നാടിന്റെ വോട്ട് തിരക്കുമായി വോട്ടോട്ടത്തിലേക്ക് തിരികെ വരാം. ഈ മണിക്കൂർ വന്ന ചില വാർത്തകൾ പരിശോധിച്ച ശേഷം ആദ്യം കോട്ടയത്തേക്കാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി റോണി കെ ബേബിയെ LDF പ്രവർത്തകർ തടഞ്ഞെന്ന് പരാതി. സ്ഥാനാർത്ഥി അസഭ്യം പറഞ്ഞെന്നും പ്രചരണം തടഞ്ഞെന്നുമാണ് നിലവിൽ പരാതിയുള്ളത്. ടോബി ജോൺസൺ കോട്ടയം ചെയ്യുന്നു. ടോബി, എപ്പോഴാണ് സംഭവം? എന്താണ് ആരോപണം? രാഷ്ട്രീയ പ്രത്യാരോപണം എന്താണ്? കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഒരു പുതിയ പരാതി, പുതിയ വിവാദം വരുന്നത്. UDF സ്ഥാനാർത്ഥി റോണി കെ ബേബി അവിടെ വോട്ട് പിടിക്കാനായി വീടുകളിലേക്ക് ചെന്നപ്പോൾ LDF പ്രവർത്തകർ പാതി വഴിയിൽ തടഞ്ഞെന്നാണ് സ്ഥാനാർത്ഥി നൽകിയ പരാതി. സ്ഥാനാർത്ഥി അസഭ്യം വിളിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. UDF മണ്ഡല കമ്മിറ്റി സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തടഞ്ഞോ തടഞ്ഞില്ലേ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ LDF നിന്ന് വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും UDFന്റെ പരാതി അത് പോലീസ് ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. സംഭവത്തിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതി പോലീസ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സംഭവത്തിൽ കേസെടുത്തു നടക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. തെരഞ്ഞെടുപ്പ് പോരാതിന്റെ ഉച്ചസ്ഥായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ ആരോപണം പ്രത്യാരോപണം ഉയർന്നത്. ഏറ്റവും ഒടുക്കത്തെ ആരോപണം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. നേരത്തെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നമ്മൾ കണ്ടതാണ്. സ്ഥാനാർത്ഥിയെ തടയുന്നു, സ്ഥാനാർത്ഥിയെ വഴിയിൽ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള പല ആരോപണങ്ങൾ പലയിടങ്ങളിൽ നിന്ന്, പല മണ്ഡലങ്ങളിൽ നിന്ന് പല സ്ഥാനാർത്ഥികൾക്കെതിരായി വന്നിട്ടുണ്ട്. പല സ്ഥാനാർത്ഥികളുടെ പരാതികളായി വന്നിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ കൊട്ടിക്കലാശത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു പരാതി കാഞ്ഞിരപ്പള്ളിയിൽ വരുന്നു. ടോബി ജോൺസൺ ഇന്ന്. ടോബി, എന്താണ് കാഞ്ഞിരപ്പള്ളിയിലെ പരാതി? കേസെടുത്തോ? UDF സ്ഥാനാർത്ഥി ഇന്നലെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം രാത്രി 8 മണിയോടുകൂടി കോയിപ്പള്ളി ജംഗ്ഷനിലെത്തി. അവിടെ അദ്ദേഹം പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വാഹനത്തിൽ നിന്നും ഇറങ്ങി സംസാരിക്കുന്നതിനിടയിലാണ് LDF പ്രവർത്തകർ അവരുടെ കൊടിയുമായി വന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് കൊടിയുമായി വന്ന് നിൽക്കുന്നത്. തുടർന്ന് അസഭ്യം പറഞ്ഞു, ഇദ്ദേഹത്തെ തടഞ്ഞു, പ്രചരണത്തിൽ നിന്നും തടഞ്ഞു എന്നതാണ് പരാതിയായിട്ട് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UDF കൺവീനർ തന്നെ സേവ്യർ മൂലക്കുന്ന് തന്നെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കണം, ഇവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള ഒരാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ പരാതിയിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സേവ്യർ മൂലക്കുന്ന് UDF കൺവീനർ തന്നെയാണ് ഈ കാഞ്ഞിരപ്പള്ളി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി, റോണി കെ ബേബിക്ക് വേണ്ടി പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രചരണം ഇന്നലെ രാത്രിയിൽ ഈ CPM പ്രവർത്തകർ, LDF പ്രവർത്തകർ തടഞ്ഞു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുഹൈൽ, എന്തായാലും ഒരു പരാതി UDF നൽകിയിട്ടുണ്ട്. ടോബി ജോൺസ് ആണ് കോട്ടയം നിന്ന് വിവരം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.